നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് 2025 വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് വഴിമാറുകയാണ്. 2026 ആണ്ടിന്റെ ആരംഭ ദിനത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തിയിരിക്കുകയാണ്. പ്രഭാത വിചാരം ഒരുക്കുന്ന ആണ്ടുപിറവിയുടെ അനുഗ്രഹ വിചാരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാപൂർവം ഹൃദ്യമായ സ്വാഗതം. പ്രഭാത വിചാരം ശുശ്രൂഷയുടെ അനുഗ്രഹീതമായ ഒരു ഏടുകൂടെ പിന്നിട്ട് 2026 എന്ന സ്വപ്നവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷയെ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്ത, സ്നേഹിച്ച, കരുതിയ, ഓരോ ദിവസവും തങ്ങളുടെ പിന്തുണ അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും, പ്രതീക്ഷകളെയും, അഭിലാഷങ്ങളെയും, അധ്വാനങ്ങളെയും ദൈവസന്നിധിയിൽ സവിനയം സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സംഭവബഹുലമായ ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതും തീയതുമായ ഒട്ടേറെ അനുഭവങ്ങൾ തികട്ടി വരുന്നുണ്ട്. എന്നാൽ ഓർക്കുക, നല്ല അനുഭവങ്ങൾക്കും തീയതായ അനുഭവങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ സാഹചര്യങ്ങളെ നമുക്ക് വ്യക്തമായി അപഗ്രഥിക്കാൻ സാധിക്കുക. അവയിൽ പലതും നാം ആഗ്രഹിച്ചതോ നാം പ്രതീക്ഷിച്ചതോ നമ്മുടെ ചിന്തയ്ക്ക് അനുസൃതമായിട്ടുള്ളതോ ആയിരുന്നില്ല. എന്നിട്ടും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വൈതരണികളുടെയും ഇടയിൽ സർവശക്തനായ ദൈവം നമ്മെ കരുതി വഴി നടത്തി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മെ ആനയിക്കുക. ദൈവിക പരിപാലനയ്ക്കും സ്നേഹത്തിനും വാത്സല്യത്തിനും നമുക്ക് നന്ദി അർപ്പിക്കാം. നല്ല നാളേക്കായി ചിലത് കരുതി വെക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പുതുവർഷം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. വേദനകൾ മറന്ന് കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിവേറ്റ വികാരങ്ങളെയും വിചാരങ്ങളെയും മറന്ന് നാം വേദനിപ്പിച്ചവരെയും നമ്മെ വേദനിപ്പിച്ചവരെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ഒരു പുതിയ വർഷത്തിന്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. കുറ്റപ്പെടുത്തലുകൾക്കോ പരിഭവങ്ങൾക്കോ വലിയ സ്ഥാനമില്ല. എന്നാൽ ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനും കൂടി ഈ പുതുവർഷത്തെ അനുഗ്രഹ ചിന്തകൾ മുഖാന്തരമായി തീരണം. കുറെ മനുഷ്യരെ അടുത്തറിയാനും കുറെ മനുഷ്യരോട് അടുത്തു നിൽക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സാധിച്ചത് വളരെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. കഠിനമായ വേദനകളും വേർപാടുകളും ഒക്കെ ഒരു പക്ഷേ നമ്മെ തളർത്തിയിട്ടുണ്ടാകാം. എന്നാൽ അവയെ നമുക്ക് മറന്ന് പ്രകാശപൂരിതമായ ഒരു പുതിയ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് കണ്ണുപായിക്കാൻ ഈ പുതുവർഷം നമ്മെ സഹായിക്കണം. മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണങ്ങിപ്പോയ, വരണ്ടുപോയ ഒരു കാലഘട്ടമായിരുന്നിരിക്കാം കഴിഞ്ഞുപോയത്. എന്നാൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടാകണം, കുറെ മോഹങ്ങൾ ഉണ്ടാകണം, കുറെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകണം. അതിനെ പ്രാർത്ഥനാപൂർവം അനുധാവനം ചെയ്യാൻ കഠിനാധ്വാനവും ശുഭാപ്തി വിശ്വാസവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇരുട്ടിന്റെയും നിരാശയുടെയും നിഴലുകൾ മാറ്റി വെളിച്ചത്തിന്റെയും പ്രതീക്ഷകളുടെയും കൈത്തിരി നാളങ്ങൾ തെളിയിക്കാൻ ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ നിമിഷങ്ങളിൽ നമുക്ക് ദൈവം ഭാഗ്യം തരികയാണ്. മറക്കേണ്ടത് മറന്നും ഓർക്കേണ്ടത് ഓർത്തും നമുക്ക് മുന്നോട്ട് പോകാം.
അറിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രാധാന്യം കഴിഞ്ഞ കാലങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ വർഷത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും അറിവിന്റെ മേഖലകളെ വിസ്താരമാക്കാൻ, കഠിനാധ്വാനത്തിന് പുതിയ രൂപവും ഭാവവും നൽകാൻ പുതിയ വർഷത്തിന്റെ അനുഗ്രഹീത ദിനങ്ങൾ നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കാലയളവാണല്ലോ നമ്മുടെ ജീവിതം. ജീവിതത്തിന്റെ നാളുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയോളം എത്തിച്ചേരുന്ന വരെയുള്ള ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ മരണം കടന്നു വരാൻ സാധ്യതയുണ്ട്. അതാണല്ലോ മനുഷ്യന്റെ ജീവിതം. എവിടെയും എപ്പോഴും എങ്ങനെയും നമ്മുടെയൊക്കെ ജീവിതം അവസാനിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ രൂപവും ഭാവവും മാറി മാറി വരാറുണ്ട്. പ്രായത്തിനനുസരിച്ച് നമ്മളുടെ ചിന്താശേഷി, നമ്മുടെ കായിക ബലം, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, നമ്മുടെ വൈകാരിക ഭാവങ്ങൾ, സമീപനങ്ങൾ, കാഴ്ചപ്പാടുകൾ എല്ലാം മാറി മറിഞ്ഞ് വരും. എന്നാൽ അവയുടെ എല്ലാം മധ്യേ സമചിത്തതയോടെ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധങ്ങളെ വളർത്താൻ, ബന്ധങ്ങളിൽ ജീവിക്കാൻ, ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഈ പുതിയ വർഷത്തിന്റെ അനുഗ്രഹീത ദിനങ്ങൾ നമുക്ക് ഒരു അവസരം കൂടി തരികയാണ്. നമുക്കത് പ്രയോജനപ്പെടുത്താം. സന്തോഷത്തിലും സമാധാനത്തിലും ദൈവിക അനുഭവത്തിലൊക്കെ മുന്നോട്ടു പോകാൻ പുതിയ വർഷം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതം വളരെ ശുഷ്കമാണ്, ഹ്രസ്വമാണ്, ആകസ്മികതകൾ കൊണ്ട് നിറഞ്ഞതാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ തന്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജലപ്രളയത്തിന്റെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ നോഹയെയും കുടുംബത്തെയും കരുതിയ ദൈവം 600 വയസ്സുള്ള നോഹയെയും കുടുംബത്തെയും ഒരു പെട്ടകത്തിൽ സംരക്ഷിച്ച് തന്റെ തലമുറയിൽ മെച്ചമായ ശേഷിപ്പിനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഈ തലമുറയിലും ദൈവം നീതിനിഷ്ഠയോടും നിഷ്കളങ്കതയോടും കൂടെ ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുന്ന എല്ലാവരെയും ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ വേലിയേറ്റങ്ങളിൽ നിന്ന്, ജലപ്രളയങ്ങളിൽ നിന്ന്, വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് കാത്തു പരിപാലിക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ നോഹ എന്ന അനുഗ്രഹീത വ്യക്തിത്വത്തെ നമ്മുടെ മുന്നിൽ നിർത്താം. പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായത്തിന്റെ 2-17 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, തിരുനിവാസം നിവർത്താനുള്ള കാലഘട്ടമായിരുന്നു ആണ്ടിന്റെ ആരംഭം എന്ന് പറയുന്നത്. 1-ാം മാസം 1-ാം ദിവസം സമാഗമന കൂടാരം എന്ന തിരുനിവാസം നിവർത്താനുള്ള കാലമായിരുന്നു. സാക്ഷ്യപ്പെട്ടകം അതിൽ വെച്ച് തിരിശീല കൊണ്ട് ആ പെട്ടകത്തെ മറയ്ക്കണമെന്ന് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്. പെട്ടകത്തിന്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചു വെക്കണം. ധൂപത്തിനുള്ള പൊൻപീഠം പെട്ടകത്തിന്റെ മുമ്പിൽ വെച്ച് തിരുനിവാസ വാതിലിന്റെ മറശീല തുറക്കണമെന്ന് യഹോവയായി ദൈവം നിഷ്കർഷിക്കുകയാണ്. ഭൂമിയിൽ ആദ്യമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മനുഷ്യൻ നിർമ്മിച്ച ദേവാലയമായിരുന്നു സത്യത്തിൽ ഈ സാക്ഷ്യപ്പെട്ടകം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയുടെ തീവ്ര യാതനകളിലൂടെ, അത്യുഷ്ണത്തിലൂടെ, പ്രാതികൂല്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരോട് കൂടെ അവർ ഈ തിരുനിവാസം കൊണ്ടുപോയിരുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. അവർ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ സമാഗമന കൂടാരം ആരാധനയ്ക്കായി അവർ കൂടെ കരുതി. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആരാധന ഒരു വലിയ ശക്തിയായി, ബലമായി
അഭിഷേകമായി നിലനിന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ആരാധനയുടെ അനുഭവം, ദൈവ സാന്നിധ്യ ബോധം നമ്മെ ഒരുപാട് നന്മകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, നിറവുകളിലേക്ക് ആനയിക്കുമെന്ന് മറക്കരുത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന. സത്യത്തിൽ ദൈവാലയം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. നാം ആകുന്ന കല്ലുകളാൽ പണിയപ്പെട്ട പരിശുദ്ധ സഭ കർത്താവിന്റെ ശരീരമായി രൂപാന്തരം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് അതിൽ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ കല്ലിനും ദേവാലയത്തിന്റെ ഭാവമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ, ശക്തീകരിക്കാൻ, കൗദാശിക ബന്ധത്തിലും ആരാധന ബന്ധത്തിലും നിലനിൽക്കാൻ ഈ പുതിയ വർഷത്തിൽ നമുക്ക് യത്നിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം കാണുന്നു, ആണ്ടിന്റെ ആരംഭ ദിനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയം ശുദ്ധീകരിക്കാനുള്ള കാലമായിരുന്നു. തന്റെ 25-ാമത്തെ വയസ്സിൽ രാജ്യസിംഹാസനത്തിലേക്ക് കടന്നു വന്ന യെഹെസ്കിയാവിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. യെഹെസ്കിയാവ് 1-ാം ആണ്ട് 1-ാം മാസത്തിൽ യഹോവയുടെ ആലയം തുറന്ന് അതിന്റെ കേടുപാടുകൾ തീർത്തു എന്ന് നാം വായിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം ആകുന്ന ദേവാലയത്തിന്റെ കേടുപാടുകൾ തീർക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കുറവുകളെ പരിഹരിക്കാൻ, ദൈവത്തിന്റെ വചനമാകുന്ന തിരുത്തൽ ശക്തി കൊണ്ട് വരുന്ന ആളുകളെ കൂടുതൽ അഭിഷേകത്തിന്റെ നിറവിലേക്ക് ആനയിക്കാൻ ഈ ദിനത്തിന്റെ ധന്യ നിമിഷങ്ങൾ നമുക്ക് സഹായകരമായി തീരണം. യെഹെസ്കിയാവ് ദൈവാലയത്തിന്റെ അറ്റകുറ്റങ്ങൾ തീർത്തതുപോലെ നാം ആകുന്ന ദേവാലയത്തിന്റെ അറ്റകുറ്റങ്ങൾ തീർത്ത് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ പുതിയ വർഷത്തിന്റെ അനുഗ്രഹീത വേള നമുക്ക് സഹായകരമായി തീരണം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളുവിൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയത് വന്നു ചേർന്നിരിക്കുന്നു. ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ്, ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. ദ ഓൾഡ് ഹാസ് ഗോൺ ആൻഡ് ദ ന്യൂ ഹാസ് കം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ തന്നെ ശുദ്ധീകരിക്കാം, ശക്തീകരിക്കാം, വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ ഹിതാനുസരണ പുതിയ വർഷം അനുഗ്രഹത്തിലേക്ക് വഴി തുറക്കുവാൻ പ്രത്യേകമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും പുതുവർഷത്തിന്റെ ആനന്ദവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഭാവുകങ്ങളും വിനയപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.